അമ്പലത്തിലെ ആനയെ മോനെ. ആനയ്ക്ക് എന്താ മൂക്കില്ലാത്തത്? മൂക്കുണ്ടല്ലോ, അതാണ് തുമ്പിക്ക്. തുമ്പിക്കയ്യോ? ആ, ആനയുടെ മൂക്കും കൈയും കൂടെ ചേർന്നതാണ് തുമ്പിക്ക്. ഇവിടെ ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാണ്. എനിക്കൊരു കാര്യം അറിയണം. എന്താ? ചേട്ടൻ എന്നോട് സത്യം പറയണം. പറയൂ. ഞാൻ നിന്നോട് ഇതുവരെ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, ചേട്ടൻ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അന്ന് എന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞത് എനിക്കൊരു അമ്മയാകാൻ സാധിക്കും, കുട്ടികളുണ്ടാകുമെന്നല്ലേ? അത് സത്യമായിരുന്നു. ഇന്ന് നമ്മൾ ആരുമല്ല, എങ്കിലും ഒരു കാലത്ത് ഞാൻ ചേട്ടന്റെ ഭാര്യയായിരുന്നു. എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും സത്യം പറയണം. അന്ന് ഡോക്ടർ എന്താണ് പറഞ്ഞത്? ക്ഷമിക്കണം സുജാതെ, നീ ഒരിക്കലും ഗർഭം ധരിക്കില്ലെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. ചേട്ടൻ എന്തിനു വേണ്ടി എന്നിൽ നിന്നത് മറച്ചു വെച്ചു? നിന്നെ വേദനിപ്പിക്കരുതെന്ന് കരുതി. ഒരിക്കലും നിനക്കൊരു അമ്മയാകാൻ കഴിയില്ലെന്ന് സത്യം നീ അറിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നീ ദുഃഖിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ രഹസ്യം എന്നോടുകൂടെ മണ്ണടിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോഴും നീ ഇത്രയേറെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിത് പറയുമായിരുന്നില്ല സുജാത. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയപ്പോഴും വിവാഹബന്ധം വേർപെടുത്തി കോടതി വരാന്തയിൽ നീ അകലുമ്പോഴും നിന്നെ വിളിച്ചു നിർത്തി അത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്റെ സുജാത എവിടെയായിരുന്നാലും ഒരിക്കലും വേദനിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്തിനാ ആ ചേച്ചി കരഞ്ഞത്? ചേച്ചിയല്ല മോനെ, അമ്മ. അമ്മൂമ്മേ, ഇന്ന് അമ്പലത്തിൽ വെച്ച് ഒരു ചേച്ചിയെ കണ്ടു. ചേച്ചിയോ? ആരാ അത്? സുജാത. കാണാൻ വന്നതായിരിക്കും. മോനും പ്രിയനും അമ്പലത്തിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ അവിടെ വന്നത്. എന്തെങ്കിലും സംസാരിച്ചോ കുഞ്ഞെ? പാവം, ആ കുഞ്ഞു പോയി പെട്ടത് ഒരു നരകത്തില. ആ പട്ടാളക്കാരൻ ഒരു മനുഷ്യപ്പറ്റില്ലാത്തവനാ. ഞാൻ കാണുമ്പോ അടിച്ച പാട് മുഖത്ത് കരുവാളിച്ച് കിടപ്പുണ്ടായിരുന്നു. അമ്മേ, മോനെ, എത്ര നാളായി നിന്ന് കണ്ടിട്ട് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. അല്ല, മാധവൻകുട്ടിയുടെ അമ്മേ, എന്തുണ്ടായി? അമ്മാവൻ ഒന്നും പറഞ്ഞില്ലേ അമ്മേ? ഇല്ല, നീ അവിടെ സന്തോഷമായിട്ട് കഴിയുന്നു എന്നല്ലേ അമ്മാവൻ പറഞ്ഞത്? നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി സരസ്വതി. നീ വേദനിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറയാതിരുന്നതാ. മാധവൻ നായർ നമ്മൾ വിചാരിച്ച പോലെയല്ല. എന്തുണ്ടായി മോളെ? മാധവൻകുട്ടൻ എന്ത് ചെയ്തു? എന്തിനോരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നു. അവനൊരു ദുഷ്ടനാ. ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞത് നിങ്ങൾക്കൊരു ഭാരമായിരുന്നു അമ്മേ. ഏതായാലും നടന്നു നടന്നു. മോൾ ഇനി അങ്ങോട്ട് പോകണ്ട. ഈ ബന്ധം ഒഴിയാൻ ഞാൻ ഇന്ന് തന്നെ നോട്ടീസ് അയക്കാം.
നോട്ടീസോ? അമ്മാവിനത് മാത്രമല്ലേ അറിയുള്ളൂ. ഇത് ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ്. തെറ്റ് ചെയ്തത് ഞങ്ങളാണ് മോളെ. ഇതെന്റെ തലയിലെഴുത്താണ്. അത് ഞാൻ അനുഭവിച്ചു കൊള്ളാം. ഒരപേക്ഷ മാത്രം. അമ്മ എന്നെ കാണാൻ അങ്ങോട്ട് വരരുത്. അമ്മാവിനെ പോലെ അമ്മയെ ആട്ടിയിറക്കുന്നത് കാണാൻ എനിക്ക് വിഷമമാണ് അമ്മേ. മോളെ, താൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി എന്ത് വേണം? തന്റെ ചവിട്ടും തൊഴിലും കൊള്ളാനല്ല എന്റെ അനന്തരവളെ തനിക്ക് സംബന്ധം ചെയ്തു തന്നത്. എന്റെ ഭാര്യയെ എനിക്ക് തോന്നിയത് ചെയ്യും. താനാരാ ചോദിക്കാൻ? ഞാൻ അവളുടെ അമ്മാവനാടാ. അച്ഛന്റെ സ്ഥാനത്ത് നിന്നാ ഞാൻ അവളെ നിനക്ക് പിടിച്ചു തന്നത്. അതിനിപ്പോ എന്തോ വേണം? ബന്ധം ഒഴിയണം. മനസ്സില്ലെങ്കിലോ? ഒഴിപ്പിക്കുമടാ. അതിനൂടെ നിയമമുണ്ട്, കോടതിയുണ്ട്. നിന്നെ കൂട്ടി കയറ്റി നിർത്തി ഞാൻ ചക്രശ്വാസം വലിപ്പിക്കും. അതിനു മുമ്പ് തന്നെ കൊണ്ട് ഞാൻ വലിപ്പിക്കും. അവൾ പ്രസവിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ താൻ എന്റെ തലയിൽ കെട്ടിവെച്ചത്? ഞാൻ ചത്തു കഴിയുമ്പോ എന്റെ സ്വത്ത് മുഴുവൻ തന്റെ കുടുംബത്തിന് വന്ന് ചേരുമെന്ന് കരുതിയല്ലേ? പോക്കിരിത്തരം പറയരുത്. കാണിച്ച പറയോടോ. താൻ ആ ഉണക്കവാദ്യാരെ വരട്ടിയ പോലെ എന്നെ വരട്ടാൻ നോക്കണ്ട. ഞാനേ ഇല്ലിക്കൽ മാധവൻ നായരാ. നിന്നെ ഞാൻ കാണിച്ചു തരാമടാ. വയസ്സായ താൻ ഇനി എന്തോ കാണിക്കാനാ? നല്ല നേരം നോക്കി പോയി ചാകാൻ നോക്കണോ? ഇനി നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? നീ ഒന്ന് സമാധാനിക്കേണ്ട സരസ്വതി. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കാലമാണ് എന്റെ കുഞ്ഞിനെ. എടി, ഞാൻ വക്കീലുമായിട്ട് ആലോചിച്ചു. വിവാഹമോചനത്തിന് നമ്മളായിട്ട് ആവശ്യപ്പെട്ടാൽ അവന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാ പറഞ്ഞത്. ആ പ്രകാശിന്റെ കാര്യത്തിൽ ഇതൊന്നും വേണ്ടി വന്നില്ലല്ലോ. അതിന് അയാൾ തർക്കിച്ചില്ലല്ലോ. ഈ ദുഷ്ടൻ മാധവൻ നായരുടെ കാര്യം ആലോചിക്കുമ്പോ അവൻ എത്രയോ നല്ലവനായിരുന്നു. ഇത് രണ്ടും പറയുന്ന ചേട്ടൻ തന്നെയാ. ചക്ക അവനോട് ചുഴിഞ്ഞു നോക്കാൻ. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ചേട്ടൻ ഒരുത്തനാ. എന്താണ് അങ്കിൾ സാബ്, മാം സാബ് അന്തർ ഹേ. ഏറെപ്പാളി മലയാളത്തിൽ പറയടാ. മാധവൻ നായർ അദ്ദേഹത്തിന്റെ ഭാര്യ ഗൃഹാന്തര ഭാഗത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. അയ്യോ, സുജാത ഇങ്ങോട്ട് വന്നില്ലല്ലോ. അവൾ അവിടെ ഇല്ലേ? നഹി ആന്റി. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ എന്തോ. അവൾ എവിടെ പോയി? എടാ, അയ്യോ അയ്യോ, പട്ടി കഴിവറ മോനെ, സത്യം പറയണേ. എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്തു? അങ്കിൾ സാബ്, ഞാൻ സത്യം പറയാം. എന്റെ കഴുത്തത്ത് ഇവിടെ. അയ്യോ അമ്മാവ, അവർ തമ്മിൽ എന്നും ലഡായിയാണ്. അതായത് വഴക്ക്. ഇന്നും വഴക്കൊന്നും ഉണ്ടായോടാ? ഒരു സ്മോൾ സ്കെയിൽ വഴക്ക് മാത്രം. എന്നിട്ട് അവൾ എവിടെയാടാ? ഭഗവാൻ കോമാലും. ചേട്ടാ, നീ വിഷമിക്കാതെ സരസ്വതി, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. അങ്കിൾ സാബ്, മെം സാബിനെ സെർച്ച് ചെയ്യാൻ ഞാനും വരട്ടെ. എന്റെ അമ്മയെ പോയി സെർച്ച് ചെയ്യടാം. അമ്മമ്മേ, പാല് കറക്കുമ്പോ പശു എന്തിനാ രാവിലെ നക്കുന്നത്? അത് മോനി പാല് കുടിച്ചാ അമ്മമ്മ പറഞ്ഞു തരാം കേട്ടോ. അയ്യോ, ചൂട്. ചൂടുണ്ടോ? അമ്മമ്മ ഇപ്പൊ ആറ്റി തരാം. ചേടാ, അതിനിടയ്ക്ക് കടന്നു കളഞ്ഞല്ലോ. ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. പ്രിയ, മോനെ മോനെ. സുജാത കുഞ്ഞോ? സംശയിക്കേണ്ട പാറുമ്മേ, ഞാൻ തന്നെയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുഞ്ഞെ. ചേട്ടൻ പ്രകാശം കുഞ്ഞ് കോളേജിൽ പോയിരിക്കുവാ. അതറിഞ്ഞു തന്നെയാണ് പാറുമ്മേ ഞാനിപ്പോ വന്നത്. ഈ പാവം കുഞ്ഞിനോട് ചെയ്ത തെറ്റിന്റെ ഫലം ഇന്നും ഞാൻ അനുഭവിക്കുന്നു. തലയിലെടുത്ത് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? ആ, കുഞ്ഞിവിടെ നിന്ന് ഒരമ്മയെ പോലെ ഇവനെ വളർത്തേണ്ടതായിരുന്നു. ആ പാലിന് തരൂ.
പാവല്ലോ. ഞാൻ പാലും കൊണ്ട് പുറകെ നടന്ന് കെഞ്ചിയാ കുടിപ്പിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, കുഞ്ഞു കൊടുത്തപ്പോ ഒറ്റ വലിക്ക് കുടിച്ചു കളഞ്ഞത്. നേരെയാണോ മോനെ പാറുമ്മ പറഞ്ഞത്? പാറുമ്മയല്ല, അമ്മൂമ്മ. ഓഹോ, അമ്മൂമ്മയെന്നാണോ വിളിക്കുന്നത്? അതെ കുഞ്ഞെ, പ്രകാശൻ കുഞ്ഞിനെ ഇവൻ അച്ഛാന്നാ വിളിക്കുന്നത്. ദേ പ്രകാശൻ കുഞ്ഞ് വന്നു. വാ മോനെ. സുജാത ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. ആ സ്ഥിതിക്ക് ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. സുജാതയുടെ ഭർത്താവിനത് ഇഷ്ടപ്പെടില്ല. വല്ലപ്പോഴും ഈ കുഞ്ഞിനെ കാണാനെങ്കിലും ഞാനിവിടെ വന്നോട്ടെ. വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. എന്നെ അത്രയ്ക്ക് വെറുപ്പാണോ? കുഞ്ഞെ കാപ്പി. എന്നാലും കുഞ്ഞെ, അതിനെ കരയിപ്പിച്ചയക്കണ്ടായിരുന്നു. അവൾ കൂടുതൽ കരയാതിരിക്കാൻ വേണ്ടിയാണ് പാറുമ്മയെ ഞാനങ്ങനെ പെരുമാറിയത്. എവിടെയാ അവള്? കണ്ടില്ല സാർ, ആദ്യം അമ്പലത്തിൽ നോക്കി, അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലും. അവിടെ ചെന്നപ്പോ ആ ബുദ്ധ അമ്മാവൻ എന്റെ കഴുത്താക്കി പിടിച്ചു സാർ. ഓഹോ, അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവളെ തൂക്കിയെടുത്തോണ്ട് വരാം.